So for a neutron atom, we can consider two protons with an electron, which are in a Coulombic attraction, and also we can write the equation psi as a function of 2 phi of each proton that will attract to the electron, and we write phi 1 and phi 2. Then we calculate the expectation value of H, and we find out each constant, and we can resubstitute. Then we can find out H11 is equal to H12. And finally, the energy for the first and the second proton, E1 is equal to H11 plus H12 by 1 plus S. And for E2, H11 minus H12 by 1 minus S. Substitute the equation, or substitute E is equal to E1 for the first Coulombic state or bound state of that one proton with the one electron, first proton with the electron. Then we can write E is equal to E1 in equation number 10, and also we can write E is equal to E1, again E1. We already write it, E2. So we can already write equation E is equal to E2 in equation number 11. So our equation is equation 10 is H11 minus E. So we can replace that one with E1 into E1 plus H12 minus E1. Sorry, H12 minus ES into E2, that is equal to 0. H11 minus E1 into E1 plus H12 minus ES into E2, that is equal to 0. And similarly, equation 11, H12 minus E1, E1s substitute there, E1s E into S, yes, E1 into S into E1 plus H11 minus E into E2 equal to 0. E1 and E2 ആണ് നമുക്ക് ആ സ്റ്റെപ്പ് ആകുമ്പോൾ പറയാം. വെയിറ്റ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ആൻഡ് we can solving this two, and by solving this equation, we obtain E1 is equal to E2. അപ്പോൾ ഇവിടെ E2 തന്നെ കൊടുക്കണം. അപ്പോൾ ഇത് E2 ആകും, E2. And by solving this equation, we obtain E1 equal to, അല്ലെങ്കിൽ E2 is equal to minus of E1. നമുക്ക് ഒരെണ്ണത്തിന്റെ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പെർട്ടർബേഷൻ അല്ലെങ്കിൽ രണ്ട് കോൺസ്റ്റന്റുകൾ, രണ്ട് വേരിയേഷൻ മെത്തേഡിന്റെ അപ്രോക്സിമേഷൻ കോൺസ്റ്റന്റുകൾ നമ്മൾ എടുത്തത് അല്ലേ, E1ഉം E2. അപ്പൊ E1ന്റെ E2ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പൊ നമ്മൾ ഇക്വേഷൻ 1 ഇക്ക് E1 എന്ന് പറയുന്ന സ്റ്റേറ്റ് ഫസ്റ്റ് പ്രോട്ടോണിന്റെ എനർജി കൊടുത്തു കഴിഞ്ഞപ്പം നമുക്ക് E1 ഈസ് ഈക്വൽ ടു E2 എന്നും, സെക്കൻഡ് സ്റ്റേറ്റില് E2ന് കൊടുത്തു E2 ഈക്വൽ ടു E2 എന്ന് കൊടുക്കുമ്പം E2 ഈക്വൽ ടു മൈനസ് E1 എന്ന് കിട്ടും. സോ നമുക്ക് ആക്ച്വലി ഇപ്പം നമുക്കറിയാം psi1, ഇപ്പൊ E1 ഈക്വൽ ടു E2 എന്നാണെന്നിരിക്കട്ടെ, E1 ഈക്വൽ ടു E2. ദെൻ അവർ psi1 ഇക്വേഷൻ എന്നാണ് E1 psi1 അപ്പം E1 phi1 പ്ലസ് phi2 അങ്ങനെ എഴുതാം അല്ലേ. ഇക്ക് പകരം E1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയെങ്കിൽ phi2 എങ്ങനെയാകും, psi2 എങ്ങനെയാകും, psi2 ഈസ് ഈക്വൽ ടു E2 എന്ന് പറയുമ്പം E2 അല്ലെങ്കിൽ E1 എഴുതണമെങ്കിൽ മൈനസ് സൈൻ വരും. അപ്പൊ ഇവിടെ E1 എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് സൈൻ അകത്തേക്ക് വരും.
phi1 minus phi2. So we can consider these two equations as equation number 7a and 7b. നമ്മൾ നേരത്തെ ആ ഇക്വേഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 7 psi എന്ന് പറയുന്ന ഇക്വേഷൻ 7 നേരത്തെ കൊടുത്തിട്ടുണ്ട്. E1 phi1 plus E2 phi2. അതിനകത്ത് E1 ഈക്വൽ ടു E2 അല്ലെങ്കിൽ E1 ഈക്വൽ ടു മൈനസ് E2 അത് ചുമ്മാ കൊടുത്താൽ മതി. അപ്പോൾ ഈ വാല്യൂ കിട്ടും നിങ്ങൾക്ക്. സോ psi1 psi2 സെപ്പറേറ്റ് ആയിട്ട് രണ്ട് വേവ് ഫംഗ്ഷൻ ആയിട്ട് രണ്ട് വേവ് ഫംഗ്ഷൻ ഓഫ് psi1 ആൻഡ് psi2 ഫോർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്രോട്ടോൺ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഈ psi1നെ ഒരെണ്ണത്തിനെ നോർമലൈസ് ചെയ്ത് നോക്കുക. നോർമലൈസ് ഫസ്റ്റ് ഇക്വേഷൻ ഓർ നോർമലൈസ് 7a. 7a നോർമലൈസ് ചെയ്ത് എങ്ങനെ കിട്ടും? psi1 അല്ലേ? അപ്പം psi1ന്റെ വാല്യൂ ഇൻറ്റു psi1ന്റെ വാല്യൂ അഗെയിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു E1 സ്ക്വയർ ഇൻറ്റു phi1 പ്ലസ് ഇൻറ്റു അത് തന്നെ phi1 phi2 അല്ലെങ്കിൽ phi2 പ്ലസ് phi1 phi2 പ്ലസ് phi2 phi1 അകത്തേക്ക് ഇങ്ങനെ കുടിക്കുക അല്ലേ? phi1 നോർമലൈസ് phi1 എന്ന് വെച്ചാൽ ഇതേ ഇൻറ്റു അത് തന്നെ അല്ലെ? അതേ ഇൻറ്റു അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ്. അപ്പൊ നമുക്കിവിടെ കെറ്റിലെ കിടക്കുന്നതെങ്കിൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിട്ട് എഴുതുന്ന ഒരു ടേമിൽ ബ്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ റൈറ്റ് ഇസ് ലൈക്ക് ദിസ്. എനിക്ക് തോന്നുന്നു വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ടേം. ആക്ച്വലി ദിസ് ഈസ് ഫോർ S11 and the S is a real quantity, so S11 is equal to 1 and this is equal to S22, that is also equal to 1 and this term is equal to S12 and this term is equal to S21. നമ്മൾ ഈ S സ്പിന്നിന്റെ സ്റ്റേറ്റ് പറയുമ്പോൾ the toggling state both are same. S11 and S22 are same, or S11 equal to 1, S22 equal to 1. പക്ഷേ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലാണെങ്കിൽ രണ്ടെണ്ണം കൺസിഡർ ചെയ്യുമ്പോഴാണെങ്കിൽ അത് വ്യത്യാസമായിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു E1 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 1 പ്ലസ് S12 പ്ലസ് S21. ഇനി വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് സ്പിൻ ഓഫ് ദ ഇലക്ട്രോൺ കമ്പയറിംഗ് ടു ദ ബോത്ത് proton, if it is same, we can write it as S12 is equal to S21, that is equal to S. So E1 square is equal to, E1 square into 1 plus S plus S. So that's equal to E1 square into 2 plus 2S. But normalization integral that value is equal to 1. We can multiply or equating this quantity into 1. E1 square into 2 plus 2S, that is equal to 1. E1 square area denominator like 1 by 2 plus 2S. E1 edukamba root edukanam. So E1 equal to 1 by root of 2 plus 2S. Actually, this is the value for the first parameter or variation parameter. നമ്മൾ വേരിയബിൾ പാരാമീറ്റർ E1 E2 എടുത്ത് വേവ് ഫംഗ്ഷൻ എഴുതാം. അതിനകത്തെ ആദ്യത്തെ വേരിയബിൾ പാരാമീറ്റർ ഫോർ ദ ഡ്യൂട്രോൺ നോട്ട് ഡ്യൂട്ടീരിയം. എന്നുവെച്ചാൽ അവിടെ ഒരു ഭയങ്കര മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഡ്യൂട്രോൺ എന്നാന്ന് എഴുതാൻ പറഞ്ഞത്. ഡ്യൂട്ടീരിയത്തിന്റെ ന്യൂക്ലിയസ് ആണ് ഞാൻ പലയിടത്ത് വായിച്ചു. ഇപ്പൊ ഡ്യൂട്ടീരിയത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രോട്ടോൺ, ഒരു പോസിറ്റീവ് ചാർജ്. ഡ്യൂട്ടീരിയത്തിന്റെ ന്യൂക്ലിയസ് 0 ന്യൂട്രോൺ, ചാർജ് ഇല്ല, പുറത്തൊരു ഇലക്ട്രോൺ. അങ്ങനെയുള്ള 2 ഡ്യൂട്ടീരിയം ന്യൂക്ലിയസ്, ഒരു ഇലക്ട്രോണുമായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടും അല്ലേ? 2 പ്രോട്ടോൺ that is in a bound state or in a Coulombic state of with an electron. Then 2 parameters required to write the wave function of that electron with respect to that P1 and P2. So for writing that for both proton, we need 2 variational parameter E1 and E2.
And we obtain the solution for the first one, E1 is equal to 1 by root of 2 plus 2s. Now substitute. ഇനി ഇതേപോലെ ഈ സ്റ്റെപ്പിൽ കൊടുക്കണം. ഇതില് ഇത് ചെയ്യണം. Substitute E equal to E2 in this equation. And in the similar way, we can write down this step and find out E2. E2 is equal to minus of E1. And that is equal to 1 by root of 2 minus 2s. Negative negative because it's a real quantity. It's only the variation is in the spin state, so we can write it as that is dependent upon s. So the second term in negative would multiply നമ്മൾ സാധാരണ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഇപ്പം നമുക്കറിയാം എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആണ് ക്വാണ്ടം മെക്കാനിക്സ് അല്ലേ എന്ന് പറയുന്ന പോലെ ഇവിടെ നെഗറ്റീവ് കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ -2 എന്നല്ല, ശ്രദ്ധിച്ചോണം. 2 - 2s ദ സ്റ്റേറ്റ് എസിന്റെ സ്റ്റേറ്റ് S11 ഇപ്പൊ S22 മൈനസ് ആകാഞ്ഞ S22 അല്ലേ, ഇപ്പൊ S12 മൈനസ് ആകാഞ്ഞ ഏതാ S12 മൈനസ് ആയാൽ S21 ആണ്. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ്. So here only the negative sign. So E2 is equal to minus of E1 is equal to 1 by root of 2 minus 2. അപ്പോൾ നമ്മൾ രണ്ട് വേരിയേഷണൽ പാരാമീറ്റർ E1 കണ്ടുപിടിച്ചു, E2 കണ്ടുപിടിച്ചു. This value of E1 and E2 we can substitute in our equation 7a and 7b അല്ലേ. 5.1 5.2 നമുക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. So when we substitute that equation, psi1 is psi-യും phi-യും ഒക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇത് ഒരു പ്രോട്ടോൺ വെച്ചിട്ടുള്ളത് phi, മൊത്തം വേവ് ഫംഗ്ഷൻ എഴുതുന്നത് psi. അപ്പൊ E1 phi1 എഴുതി പഠിക്കുമ്പോൾ psi-യും phi-യും മാറിപ്പോയി. psi1 is equal to E1 പകരം നമുക്ക് ഇപ്പൊ എന്നാ കിട്ടി, psi E1 into അപ്പൊ 1 by root of 2 plus 2s. അപ്പം അത് നമുക്ക് ഒരുമിച്ച് അല്ല രണ്ടാമത് എഴുതാം. phi1 plus phi2 divided by root of 2 plus 2s. That is equation number 14. And 7b become this equation. We can write it as E2 phi2 is equal to E2 into phi1 minus phi2. So that is equal to E2 is equal to minus of E1 is equal to 1 by root of minus എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞു തന്നു എസിന്റെ ടേമിൽ root of 2 minus 2s. So phi2 psi2 is equal to phi1 minus phi2 divided by root of 2 minus 2s. So then equation 6 is modified as equation 6 ഏതാണ് നമ്മുടെ ലീനിയർ ഇക്വേഷൻ. ആ ഇക്വേഷനിലോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് H is equal to P square by 2m minus E square by R1 minus E square by R2 minus E square by R. കൈനറ്റിക് എനർജി പിന്നെ ഓരോന്നിൻ്റെയും പൊട്ടൻഷ്യൽ എനർജി. R1 for the first proton to the electron, R2 is the second proton to the electron, R is the attraction between that or distance between that two protons. So in that Hamiltonian can be replaced as, consider H11 that is equal to 1 phi1 H5. മനസ്സിലായി മുമ്പേ പറഞ്ഞ പോലെ എഴുതാൻ എളുപ്പം 1 എന്നുള്ളതിനകത്ത് phi കൊടുത്താൽ മതി. അപ്പം ഈ എച്ചിന്റെ വാല്യൂ നമ്മൾ മുമ്പേ കൊടുത്ത ആ P square by 2m E square by R1 E square by R E square by R2. ഇവിടെ ഒരു കാര്യം ഞാൻ എഴുതാൻ പോണത് നോക്കിക്കോണം, എഴുതണത് അങ്ങനെ തന്നെ എഴുതണം, എന്നാലും നമുക്കത് പറയാൻ പറ്റുള്ളൂ. phi1 P square by 2m minus E square by R1 ആ രണ്ട് ടേമിനെ ഒരുമിച്ചെടുത്ത് ഇൻറ്റു phi1 minus E square by R into phi1 minus phi1 E square by R2 phi1. Yes, that is equation number 16. Now you write that phi
is a normalized eigencut of ഇത്. ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ വാല്യൂവിന്റെ നോർമലൈസ്ഡ് eigencut. Phi is a normalized eigencut of p square by 2m minus e square by r1. Comma, the first term of equation number 16. Therefore, consider it is equal to, or it is as EI. അതിനെ EI അല്ല മൈനസ് EI ആണ് എടുക്കുക. E of initial or ground state energy of the hydrogen atom. ഒരു പ്രോട്ടോണിന്റെ മാത്രമുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് 5-1. നമ്മൾ ചെയ്യുന്ന ന്യൂട്രോണിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ മോളിക്കൂളാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഹൈഡ്രജൻ ആറ്റം എടുക്കുമ്പോഴത്തേന് ഹൈഡ്രജൻ മോളിക്കൂൾ വിത്ത് 1 ഇലക്ട്രോൺ സ്റ്റേറ്റ് ആണ് ന്യൂട്രോൺ. അതിൽ ഇതിന്റെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് മൈനസ് EI എന്നിരിക്കട്ടെ. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദിസ് ഹാമിൽട്ടോണിയൻ ആസ് so H11 is equal to, that is equal to H11 is equal to minus E1 minus E square by R, because 5-1 into 5-1 we can normalize, that is equal to 1, that is equal to 1, that is equal to E square by R2. So again I replace this term by capital C, so that is equal to minus, ചുമ്മാ ഓരോ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണമെന്നല്ലോ നമ്മുടെ ആൻസറിലേക്ക് എത്താൻ. E1 minus E square by R minus capital C. എഴുതിയെടുക്കണില്ല, ഇത് എങ്ങനെയാ വന്നതെന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവും. ഇനി ക്യാപിറ്റൽ C, we can find out capital C. C is the Coulomb integral. Coulomb integral in quantum mechanics. Quantum mechanics എഴുതണ്ട, that is a Coulomb integral ഇവിടെ. അപ്പോൾ സിയുടെ വാല്യൂ എത്രയാണ്? C equal to ഈ ടേമിനെ C കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ 5-1 H11 5-1 E square by R2 5-1. That is the value of C. Where C is the Coulomb integral. Similarly, we can find out H11 and next we can find out H12. So H12 is equal to 5-1. മുമ്പ് എഴുതിയ പോലെ തന്നെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് P square by 2m minus E square by R2 5-2 minus E square by R 5-1 5-2 minus 5-1 E square by R1 5-2. So it's also we write it as equation number 18. ഇവിടെ ഇതുപോലെ തന്നെ ആദ്യത്തെ ടേം. So this 5 or 5-2 അല്ലേ, 5-2 is normalized eigencut of this term. I is a normalized eigencut of P square by 2m minus E square by R2. എന്നിട്ട് നമ്മൾ അതിനെ with the energy E1. So the equation 18 become H12 is equal to E1 minus E square by R. ഇവിടെ 5-1 5-2 അല്ലേ? അപ്പൊ ഇവിടെ E1 എഴുതിയാൽ പോരല്ലോ. 5-1 5-2ന്റെ വാല്യൂ എത്രയാണ് എഴുതിയ വെച്ചാൽ നമ്മൾ S എന്നല്ലേ എഴുതിയിരുന്നത്, S12 എന്ന് കൊടുക്കുക. അപ്പം നമ്മൾ മുമ്പേ ഞാൻ എഴുതിയത് ഓക്കെ E1 into S വരും. ഇത് മനസ്സിലായി ഈ സ്റ്റെപ്പ്? ഇപ്പൊ എഴുതിയ സ്റ്റെപ്പ് മനസ്സിലായോ? ഇത് മനസ്സിലായി അശ്വതി? ഇതിനെ EI എന്ന് വിളിച്ച് ഞാൻ EI, ഇതിനെ
പിന്നെ എന്നാ ഉണ്ട് 5 1 5 2 മിച്ചമുണ്ട് അല്ലേ. 5 1 5 2 വാല്യൂ എത്രയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് നോക്കിയേ. 5 1 5 2 ഈസ് ഈക്വൽ ടു S12. S12. അപ്പൊ പിന്നെ നമ്മൾ എഴുതി S12 ഈസ് ഈക്വൽ ടു S21 ഈസ് ഈക്വൽ ടു S. അർത്ഥന കിട്ടിയോ? അതുകൊണ്ടാണ് ഈ I ഇൻറ്റു S എന്ന് എഴുതിയത്. കിട്ടിയോ സ്റ്റെപ്പ്? കിട്ടി സാർ. മൈനസ് ഇ സ്ക്വയർ ബൈ ആർ ഇവിടെ ഉണ്ടല്ലേ 5 1 5 2. അപ്പൊ നമുക്ക് അതിന് S12 ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു S മൈനസ് ലാസ്റ്റ് ടേം ഈസ് റീറിട്ടൺ ആസ് ക്യാപിറ്റൽ എ. അവിടെ നമ്മൾ ക്യാപിറ്റൽ സി കൊണ്ടാണ് എഴുതിയത്. ഇവിടെ ക്യാപിറ്റൽ എ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 9. where capital A equal to 5 1 e square by R1 5 2. And A is called the resonance integral or exchange integral. A is called the resonance integral or exchange integral. Now the first state of energy or E initial. E initial നമ്മൾ ഏറ്റവും ആദ്യം ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. E initial is equal to H12 അല്ലെങ്കിൽ H11 plus H12 by 1 plus S. അതായത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 12 മറ്റോ ആയിരുന്നു. H11 plus H12. അപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന H11ഉം H12ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we obtain as E1 is equal to minus EI plus E square by R minus C plus R divided by 1 plus S. അതായത് E1 ഇനി E1 നമ്മൾ കണ്ടുപിടിക്കണം. അതായത് E1 is equal to H11 18ഉം 19 അല്ലേ? അല്ല 18ഉം അപ്പൊ 17 ആയിരുന്നു. ആ രണ്ടും കൂടി H11ഉം H12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്ത് വരുമ്പം that is equal to minus CI minus plus C square by R minus C plus R by 1 plus S എന്ന് കിട്ടും. That is equation number 20. Resonance എഴുതിക്കോണം. Where capital is very large, comma, which gives the number of coupling and all the parameters of S and H and all the parameters of S and H. S ഏതൊക്കെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്? S11 ഉണ്ട്, S12 ഉണ്ട്, അല്ലെങ്കിൽ S22 ഉണ്ട്, S12 ഉണ്ട്, S21. Parameters of S and H, H11, H22, H12, H2. All depends on capital R. All depends on capital R. തീർന്നു. ആക്ച്വലി ഇവിടം വരെയാണ് നമുക്ക് എസ് എ വരുന്നത്. ഇനി ഇതുപോലെ നമുക്ക് ഇക്വേഷൻ 30 ഏതാ നമ്മുടെ E2 is equal to H11. E2 equal to H11 minus H12 divided by 1 minus S ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം E2 is obtained at minus EI minus E square by R minus C minus A divided by 1 minus S. നിങ്ങൾ ഇത് സോൾവ് ചെയ്ത് നോക്കുമ്പോഴേ ഈ നെഗറ്റീവ് വന്നുണ്ടോ നോക്കണം. എനിക്കിത് സോൾവ് ചെയ്ത് വരുമ്പോൾ ഈ നെഗറ്റീവ് വരുന്നുണ്ട്. പക്ഷെ ചില നോട്ടുകളിലും പുസ്തകത്തിലും നോക്കുമ്പോൾ ഈ ടേമിന് നെഗറ്റീവ് ഇല്ല. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 21. 18, 19, 20, 21. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു E2. അപ്പൊ ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ലോവർ എനർജി. ലോവർ എനർജി ലെവലിൽ നമ്മൾ ചെയ്തു വന്നപ്പോൾ നമുക്ക് 2 സൊല്യൂഷൻ കിട്ടി. അങ്ങ് മോള് മുതലേ ഉണ്ടായിരുന്നു. H11 ഉണ്ടായിരുന്നു, H22 അങ്ങനെ 2 ഉണ്ടായിരുന്നു. അത് കൂട്ടി E1 E2 ചെയ്ത് വന്നപ്പം E1ഉം കിട്ടി, E2ഉം കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സൊല്യൂഷൻ. E1 is equal to this value, this is the second value. So there are 2 solution and ഇപ്പം let's consider this is a get state of that 5 1 and or 5 1 or 5 2. ഇപ്പം നമ്മളുടെ പ്രോട്ടോൺ ഏതെങ്കിലും ഒരെണ്ണം വിത്ത് എനർജി EI, ഇതിനെയാണ് ഞാൻ EI എന്ന് എഴുതി കണ്ടോ, ഈ ലൈനെ EI, ഈ ഇനിഷ്യൽ. അങ്ങനെയെങ്കിൽ
അത് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ, E1 ആയിട്ടും E2 ആയിട്ടും സ്പ്ലിറ്റ് ചെയ്ത് നമ്മളിപ്പോൾ കണ്ടു. അപ്പൊ ഇത് വിത്ത് എനർജി ഈക്വൽ ടു E2 എന്ന് എഴുതാം, ദിസ് സ്റ്റേറ്റ് വിത്ത് എനർജി E1 എഴുതാം. ഇനി അത് ബൗണ്ട് സ്റ്റേറ്റ് ആയി കഴിയുമ്പം ഇത് ഓരോന്നുമായിട്ടുള്ള ഇത് വരും. Φ1 ഓരോ ഇലക്ട്രോണുമായിട്ട്, Φ1 ആണെങ്കിൽ Φ1 ഇലക്ട്രോണുമായി ചേർന്ന് ഒരു വേവ് ഫംഗ്ഷൻ മൊത്തത്തിൽ തരും. അപ്പോൾ ലെറ്റ് കൺസിഡർ ദ മോളിക്കുലർ ഓർബിറ്റ് ഏതിൻ്റെ Ψ2 അല്ലേ, Ψ ഈക്വൽ ടു E1 Φ1 പ്ലസ് E2 Φ2 നമ്മൾ എഴുതും. ഇതിൽ ഏതാണേലും ഏത് സ്റ്റേറ്റ് എടുത്താലും അതിന് ഒരു Φ2 സ്റ്റേറ്റ് ഉണ്ടാകും. ലെറ്റ് കൺസിഡർ ഇറ്റ്സ് മോളിക്കുലർ ഓർബിറ്റ് ഈസ് Φ2 and here the molecular orbit is Φ1. അപ്പൊ നോക്കിയേ, നമുക്ക് ഇവിടെ ഒരു ഡ്യൂട്ടീരിയം ആറ്റം എടുത്ത്, അല്ലെങ്കിൽ ഹൈഡ്രജത്തിന്റെ ഡ്യൂട്രോൺ ആറ്റം എടുത്തു കഴിയുമ്പോൾ ഒരു E1 ഉണ്ട്, ഒരു E2 ഉണ്ട്, ഒരു E ഉണ്ട്, ഈ I ഉണ്ട്. ഈ I എന്ന് പറയണത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത ആ പ്രോട്ടോണിന്റെ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ എനർജിയാണ്. അതിന് അത് വെച്ച് നമ്മൾക്ക് ഇതിന്റെ എനർജി കണ്ടുപിടിച്ച് കഴിയുമ്പോൾ രണ്ട് എനർജി കിട്ടി, E1ഉം E2ഉം. അത് രണ്ടെണ്ണം, ഒന്ന് അപ്പറും ഒന്ന് ലോവറും ആകാം. സോ അവിടെ നമുക്ക് ഒന്ന് രണ്ട് സെന്റൻസുകൾ കൺക്ലൂഷൻ ആയിട്ട് ഫിഗറും വരച്ച് കഴിഞ്ഞ് എഴുതി വെക്കാം. വേറെ എനർജി E1 എപ്പോഴും ലെസ് ദാൻ ഓർ I ആയിരിക്കും അല്ലേ. ഈ ഇൻഷ്യലേക്കാളും താഴെ ആയിരിക്കും ഒരു സ്റ്റേറ്റിന്റെ എനർജി. അതായത് ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും ചേർന്നിട്ടുള്ള ബൗണ്ട് സ്റ്റേറ്റിന്റെ എനർജി എന്ന് പറയുന്നത് ഇനിഷ്യലി അതിനുണ്ടായിരുന്ന എനർജിനേക്കാൾ കുറവാണ്. മറ്റേതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി അതിനേക്കാൾ കൂടുതലായി. നമ്മൾ ഡീജനറസി എന്നൊക്കെ പറയും, പഠിച്ചിട്ടുള്ള തന്നെ. ഒരു സ്റ്റേറ്റ് തന്നെ ഡീജനറേറ്റ്സ് ഇൻ ടു മോർ വാല്യൂസ്. ബട്ട് ദ Φ2 has the energy E2 also greater than to that of E initial. This is actually the the essay or the perturbation theory or the ground state of the deuteron by LCAO method. Linear combination of atomic orbits led to a ground state of a deuteron atom. That's all.